അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തു ത്വാഹ 49-ാമത്തെ ആയത്ത് 49. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ. ഫിർഔൻ ചോദിച്ചു, നിങ്ങളുടെ രണ്ടാളുടെയും റബ്ബ് ആരാകുന്നു മൂസ? ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബുനല്ലദീ, ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത് അല്ലദീ അഅ്ത്വാ കുല്ല ശൈഇൻ ഖൽഖഹു, ഓരോ വസ്തുവിനും അതിൻ്റെ സൃഷ്ടിപ്രകൃതം നൽകിയവനും, സുമ്മ ഹദ, അതിന് മാർഗദർശനം നൽകിയവനും ആരാണോ അവനാകുന്നു ഞങ്ങളുടെ രക്ഷിതാവ് അല്ലെങ്കിൽ ഞങ്ങളുടെ റബ്ബ്. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമും അതേപോലെ ഹാറൂൻ നബിയും ഫിർഔനിനോട് ചില കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? ഇന്നാ റസൂല റബ്ബിക്ക, നിശ്ചയമായും ഞങ്ങൾ രണ്ടുപേരും നിന്റെ റബ്ബിന്റെ ദൂതന്മാരാകുന്നു. അതായത് ഞാനാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ഫിർഔനിനോട് മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും പറയാണ്, നിന്റെ റബ്ബിന്റെ ദൂതന്മാരാണ് ഞങ്ങൾ. അപ്പൊ ഫിർഔൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ റബ്ബ് ആരാകുന്നു മൂസ? അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അതിന് മറുപടി പറഞ്ഞത്, റബ്ബുനല്ലദീ അഅ്ത്വാ കുല്ല ശൈഇൻ ഖൽഖഹു, എല്ലാ വസ്തുവിനെയും സൃഷ്ടിക്കുകയും സുമ്മ ഹദ, പിന്നീട് അതിന് മാർഗദർശനം നൽകുകയും ചെയ്തവനാരോ അവനാകുന്നു ഞങ്ങളുടെ രക്ഷിതാവ്. അർത്ഥവത്തായ മറുപടിയാണ്. വളരെ ചെറിയ വാക്യമാണെങ്കിലും വിശാലമായ അർത്ഥത്തിലുള്ള മറുപടിയാണ്. വളരെയേറെ വിശദീകരിക്കുവാൻ സാധിക്കുന്ന ഒരു മറുപടിയാണ് വളരെ ചെറിയ 2 വാക്യങ്ങളിലൂടെ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിനോട് പറയുന്നത്. എല്ലാ വസ്തുവിനെയും സൃഷ്ടിക്കുകയും അതിന് മാർഗദർശനം നൽകുകയും ചെയ്തവനാരോ അവനാകുന്നു ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ റബ്ബ്. ഓരോ ജീവിക്കും ആവശ്യമായ സഹജബോധവും ആന്തരശക്തിയും അവയവവും എല്ലാം നൽകിയവനാണ് ഞങ്ങളുടെ റബ്ബ്. കോടിക്കണക്കിന് ഗാലക്സികൾ, ഓരോ ഗാലക്സിയിലും 10,000 കോടിയോളം നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങളിലൊന്നായ സൂര്യൻ, സൂര്യനെ ചുറ്റുന്ന 8-ൽ കുറയാത്ത ഗ്രഹങ്ങൾ, ഗ്രഹങ്ങളിലൊന്നായ ഭൂമി, ഭൂമിയിലെ ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങൾ, കരയിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി കടലിലുമുള്ള ജീവവർഗങ്ങൾ, ഇങ്ങനെയുള്ള ഈ വസ്തുക്കളെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്. സൃഷ്ടിക്കുക മാത്രമല്ല, ഓരോന്നിനും അതിൻ്റെ മാർഗദർശനവും നൽകുന്ന റബ്ബ്. 2 പ്രപഞ്ചങ്ങളാണ് നമ്മളുടെ പ്രപഞ്ചത്തിലുള്ളത്. ഒന്ന് സ്ഥൂല പ്രപഞ്ചമാണ്, 2 സൂക്ഷ്മ പ്രപഞ്ചമാണ്. സ്ഥൂല പ്രപഞ്ചം ഞാൻ സൂചിപ്പിച്ചു, ഗാലക്സികളടക്കമുള്ള നക്ഷത്രങ്ങളടക്കമുള്ള ആകാശഗോളങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥൂല പ്രപഞ്ചം. സൂക്ഷ്മ പ്രപഞ്ചം എന്ന് പറയുന്നത് ആറ്റം, എല്ലാ വസ്തുവിനെയും സൃഷ്ടിച്ചിട്ടുള്ള, എല്ലാ വസ്തുവിനെയും നിർമ്മിച്ചിട്ടുള്ള അടിസ്ഥാന കണങ്ങളാണ് ആറ്റം. ആറ്റങ്ങൾ കൂടിച്ചേർന്ന് തന്മാത്രകൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ആറ്റത്തിനുള്ളിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ അടക്കം, ക്വാർക്ക്, ആന്റി ക്വാർക്ക് അടക്കം, പോസിട്രോണും അടക്കമുള്ള ചെറിയ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ലോകം, അതാണ് സൂക്ഷ്മപ്രപഞ്ചം എന്ന് പറയുന്നത്. ഇതിനെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, സംവിധാനിച്ച ഏകനായിട്ടുള്ള നാഥനാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്നാണ് ഇതിന്റെ വിശദീകരണമായിട്ട് പറയുവാനുള്ളത്. ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് 1-ാം ആകാശമാണ്. ഈ 1-ാം ആകാശത്തിന് പുറമെ 6 ആകാശങ്ങളും കൂടെയുണ്ട്. മൊത്തത്തിൽ 7 ആകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അവിടെ നമുക്കറിയാത്ത ലോകമുണ്ട്, ജിന്നുകളുടെ ലോകമുണ്ട്, മലക്കുകളുടെ ലോകമുണ്ട്, ടെലസ്കോപ്പും മൈക്രോസ്കോപ്പും വെച്ചാൽ കാണാത്ത ഒരുപാട് ലോകങ്ങൾ അവിടെയുണ്ട്. പിന്നെ നമുക്ക് അറിയാത്ത പല ലോകങ്ങളുമുണ്ട്. ഇതിനെയെല്ലാം സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും അതിനാവശ്യമായിട്ടുള്ള മാർഗദർശനം നൽകുകയും ചെയ്തവനാരോ അവനാകുന്നു ഞങ്ങളുടെ റബ്ബ് എന്ന് ഒരുപാട് വിശദീകരിക്കുവാൻ കഴിയുന്ന ചെറിയ 2 സെന്റൻസുകളാണ് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിനോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? എല്ലാ വസ്തുവിനെയും സൃഷ്ടിക്കുകയും അതിന് മാർഗദർശനം നൽകുകയും ചെയ്തവനാരോ അവനാകുന്നു ഞങ്ങളുടെ റബ്ബ്. നമ്മളുടെ ശരീരമെടുത്ത് പരിശോധിക്കുക. ഓരോ അവയവത്തിനും കൃത്യമായിട്ടുള്ള രൂപകൽപ്പനയാണ്. രൂപകൽപ്പന മാത്രമല്ല, കൃത്യമായിട്ടുള്ള മാർഗദർശനമാണ്. ഹൃദയത്തിന് ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഹൃദയത്തിന് കൃത്യമായിട്ടുള്ള മാർഗദർശനം, എങ്ങനെ മിടിക്കണം, എത്ര ഇടിക്കണം, എത്ര
ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ബ്ലഡ് പമ്പ് ചെയ്യണം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ. ഇനി ഓരോ അവയവവും കൃത്യമായ സ്ഥാനത്ത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത്. മൂക്ക് മേലോട്ടായിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. മഴ പെയ്യുമ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. നമ്മളുടെ കൈവിരലുകളെല്ലാം ഒരേ വലുപ്പത്തിലാണെങ്കിൽ നമുക്ക് പേന പിടിച്ച് എഴുതുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു യാഫി പറഞ്ഞത്, രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ച ദൈവം അള്ളാഹുവാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് ലോകത്തുള്ള ഓരോ അണുക്കളുമാണ്. ലോകത്തുള്ള ഓരോ വസ്തുവും സാക്ഷിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതെല്ലാം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഫിർഔൻ തിരിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ് ചെയ്തത്. ഇത് അംഗീകരിക്കുവാൻ മൂസാ നബി അലൈഹി സ്വലാമയുടെ ഈ ഒരു മറുപടി അംഗീകരിക്കുവാൻ ഫിർഔൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, മൂസയെ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു ചോദ്യമാണ് ആര് ചോദിച്ചത്? ഫിർഔൻ ചോദിച്ചത്. അതെന്താ? 51-ാമത്തെ ആയത്തിൽ ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. ഫിർഔൻ ചോദിക്കുകയാണ്, അങ്ങനെയാണോ? എങ്കിൽ നമ്മളുടെ മുൻ കഴിഞ്ഞു പോയ തലമുറകളുടെയൊക്കെ അവസ്ഥ എന്താണ്? അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം കൃത്യമായ മറുപടിയാണ് കൊടുക്കുന്നത്. 52-ാമത്തെ ആയത്തിൽ ഖാല ഇൽമുഹാ, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇൽമുഹാ ഇൻദ റബ്ബി, അതിനെക്കുറിച്ചുള്ള അറിവില്ലേ, അത് എന്റെ റബ്ബിന്റെ അടുക്കലുണ്ട്. ഫീ കിതാബിൻ, വ്യക്തമായ ഒരു ഗ്രന്ഥത്തിലുണ്ട്. ലാ യളില്ലു റബ്ബി വലാ യൻസ, എന്റെ റബ്ബിന് പിഴച്ചു പോകുകയില്ല കേട്ടോ, എന്റെ റബ്ബിന് മറന്നു പോകുകയുമില്ല എന്ന് മൂസാ നബി ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടിയാണ് അവിടെ കൊടുക്കുന്നത്. എന്താണ് ഫിർഔൻ ചോദിച്ചത്? ഉത്തരം മുട്ടി ഫിർഔന്. കാരണം ഫിറോൻ തന്നെ മനസ്സിലായി, ഞാനല്ല ഇതൊന്നും സൃഷ്ടിച്ചത്, അപ്പൊ ഞാനാണ് റബ്ബ് എന്ന് പറയുന്നത് പൊട്ടത്തരമാണെന്ന് ഫിറോന് മനസ്സിലായി. പക്ഷേ അഹങ്കാരം കൊണ്ട് ഫിർഔന് അത് അംഗീകരിക്കുവാൻ തയ്യാറായില്ല. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാമെ കൊടുക്കാനുള്ള ഒരു ചോദ്യം, വലിയ ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താണ്? അപ്പൊ പിന്നെ ഞങ്ങളുടെ വാപ്പപ്പാപ്പമാരുടെ അവസ്ഥയൊക്കെ എന്താ? ഞങ്ങളുടെ വാപ്പപ്പാപ്പമാരൊക്കെ നരകത്തിലാണോ? മുൻകഴിഞ്ഞു പോയ ആളുകളൊക്കെ നരകത്തിലാണോ? മുൻകഴിഞ്ഞു പോയ തലമുറകളുടെ ഒക്കെ സ്ഥിതി എന്താണ് എന്നുള്ളത് അതിന് കൃത്യമായ മറുപടിയാണ് മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത്. എന്താ പറയുന്നത്? ഇൽമുഹാ ഇൻദ റബ്ബി, അതിന്റെ അറിവൊക്കെ എന്റെ റബ്ബിന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബേജാറാകൊന്നും വേണ്ട ഫിറൗനെ, അതിന്റെ കൃത്യമായ അറിവ് പടച്ചോന്റെ അടുത്തുണ്ട്. പടച്ചോനും അറിവ് പറ്റൂല, പിഴവ് പറ്റൂല. നരകത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോയിക്കോളും, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടവരെ സ്വർഗത്തിലേക്കും കൊണ്ടുപോയിക്കോളും. അതിനൊന്നും പടച്ചോന് തെറ്റ് പറ്റൂല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ബേജാറാകൊന്നും വേണ്ട എന്നാണ്. എന്നിട്ട് സൂറത്ത് ബഖറ, ഇതിന്റെ വിശദീകരണത്തിൽ സൂറത്ത് ബഖറയിലെ ഒരായത്തെടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ലഹാമാ കസബത്ത് വലക്കും മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കുണ്ടാകും, അവർ സമ്പാദിച്ചത് അവർക്കുമുണ്ടാകും. ഓരോരുത്തരും ചെയ്ത കർമ്മങ്ങൾക്ക് അവർ തന്നെയാണ് അതിന്റെ ഫലം അനുഭവിക്കുക. നന്മ ചെയ്താൽ അതിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കും, തിന്മ ചെയ്താൽ അതിന്റെ ഫലം അവരും അനുഭവിക്കും. മനസ്സിലായില്ലേ? ഇനി 53-ാമത്തെ ആയത്താണ് 53. അല്ലദീ ജഅല ലക്കുമുൽ അർള മഹദൻ, ഭൂമിയെ നിങ്ങൾക്ക് തൊട്ടിലാക്കി തരികയും വസലക ലക്കും ഫീഹ സുബുലൻ, നിങ്ങൾക്ക് ആ ഭൂമിയിൽ പലവിധ വഴികൾ ഏർപ്പെടുത്തി തരികയും വ അൻസല മിനസ്സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ ഇറക്കിത്തരികയും ചെയ്തിട്ടുള്ളവനത്രേ അവൻ. ആര്? എന്റെ രക്ഷിതാവ്. ഫഅഖ്റജ്നാ ബിഹി അസ്വാജം മിൻ നബാത്തിൻ ശത്ത, എന്നിട്ട് ആ മഴ മൂലം വിഭിന്നങ്ങളായ വ്യത്യസ്തങ്ങളായിട്ടുള്ള സസ്യങ്ങളിൽ നിന്നും പല ഇണകളെ അല്ലെങ്കിൽ പല ജാതികളെ അവൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അള്ളാഹുവിനെ വിശദീകരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനോട് പറഞ്ഞല്ലോ, എല്ലാ വസ്തുവിനെയും സൃഷ്ടിക്കുകയും അതിന്റെ മാർഗദർശനം നൽകുകയും ചെയ്തവനാരോ അവനാകുന്നു ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുക മൂസ ഫിർഔനോട്. എന്നിട്ട് എന്താണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത് ഫിർഔന്? ഭൂമിയെ തൊട്ടിലാക്കി തരുന്നവൻ, അതുപോലെ ഭൂമിയിൽ വിവിധ വഴികൾ ഏർപ്പെടുത്തി തരുന്നവൻ, ആകാശത്ത് നിന്ന് മഴ ചൊരിഞ്ഞു തരുന്നവൻ, അതുപ്രകാരം ഭൂമിയിൽ നിന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സസ്യലതാദികളെ മുളപ്പിച്ചു തരുന്നവൻ, അവനാകുന്നു നിങ്ങളുടെ
എൻ്റെ റബ്ബ് എന്നുള്ളത്, ഞങ്ങളുടെ റബ്ബ് എന്നുള്ളത് വിശദീകരിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. ഇവിടെ ഭൂമിയെ മഹദ് എന്നുള്ള ഒരു തൊട്ടിൽ എന്നുള്ള ഒരു അർത്ഥമാണ് ഭൂമിയെ തൊട്ടിലിനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിക്കുന്നത്. ഒരു തൊട്ടിലിൽ ഒരു ചെറിയ കുട്ടി ഏത് പ്രകാരം സുരക്ഷിതമായി കിടക്കുന്നുവോ അതേ പ്രകാരം ഭൂമി എന്ന ഗ്രഹത്തിൽ മാത്രമേ മനുഷ്യന് സുരക്ഷിതമായി കിടക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു ഈ ഒരു ഉപമ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇരിക്കുവാനും നടക്കുവാനും ജോലി ചെയ്യുവാനും വീട് വെക്കുവാനും മറ്റ് ആവശ്യങ്ങൾക്കും യാത്ര ചെയ്യുവാനും ഒക്കെ പാകത്തിൽ ഭൂമിയെ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്രമപ്പെടുത്തി തന്നിരിക്കുന്നത്. വേറൊരു ഗ്രഹത്തിലും ഇതേ രീതിയിലുള്ള ഒരു സംവിധാനങ്ങൾ ഇല്ല. ഭൂമിയിൽ ശ്വസിക്കാനുള്ള ഓക്സിജൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. ചന്ദ്രനിലേക്ക് പോകുന്ന ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ ഓക്സിജനാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നടക്കുവാനും ജോലി ചെയ്യുവാനും മറ്റുമൊക്കെ സാധിക്കുന്നത്. എന്നാൽ സ്പേസിലും അതേപോലെയുള്ള ഗ്രഹങ്ങളിലുമൊന്നും ഈ ഭൂമിയിലെ പോലെ ഗുരുത്വാകർഷണ ബലമില്ലാത്തത് കൊണ്ട് അവർക്ക് നടക്കുവാൻ പോലും സാധിക്കുകയില്ല എന്നുള്ളത് നാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു വിശദീകരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു എന്താ പറയുന്നത്? 54-ാമത്തെ ആയത്ത്, കുലു വറഔ അൻആമക്കും, അതുകൊണ്ട് നിങ്ങൾ തിന്നുകൊള്ളുക, നിങ്ങൾ കന്നുകാലികളെ മേക്കുകയും ചെയ്യുക. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഉലിന്നുഹാ, നിശ്ചയമായും അതിൽ ബുദ്ധിമാന്മാർക്ക് പല ദൃഷ്ടാന്തങ്ങളും ഉണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. ആകാശത്ത് നിന്ന് മഴ ചൊരിഞ്ഞു തന്നതിന് ശേഷം ഭൂമിയിൽ പലവിധ ചെടികൾ അള്ളാഹു മുളപ്പിച്ചു തരുന്നുണ്ട്. എല്ലാം ഒരേ മണ്ണിൽ നിന്നാണെങ്കിലും ഒരേ വെള്ളം ഉപയോഗിച്ചിട്ടാണെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചെടികൾ, അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലവർഗ്ഗങ്ങൾ, വ്യത്യസ്ത ടേസ്റ്റിലുള്ള ഫലവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. അത് നിങ്ങൾ തിന്നുകൊള്ളുക. പിന്നെ നിങ്ങൾ ഭൂമിയിലൂടെ കന്നുകാലികളെ മേയ്ക്കുകയും ചെയ്യുക. ഇതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് പല ദൃഷ്ടാന്തങ്ങളും ഉണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ബാക്കി 55-ാമത്തെ ആയത്ത് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇത് ഒരു നന്മയുടെ തുടക്കക്കാരനായാൽ ബാക്കിയുള്ള ആളുകളൊക്കെ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലവും ആദ്യത്തെ ആൾക്ക് വരും എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഗൗരവത്തിൽ ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.